ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇടിമിന്നലുള്ള സമയത്ത് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാമോ? മഴക്കാലമാണ് വരാൻ പോകുന്നത്. മഴക്കൊപ്പം ഇടിയും മിന്നലും കാറ്റുമൊക്കെ ഉള്ളപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൊബൈൽ ഫോൺ ഇറങ്ങിയ കാലം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ്, മഴയുള്ളപ്പോൾ അല്ലെങ്കിൽ ഇടിമിന്നലുള്ള സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, നമുക്ക് ഇടിമിന്നൽ ഏൽക്കുമെന്നൊക്കെ. ഇടിമിന്നലുള്ള സമയത്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നാണ് മുന്നേയൊക്കെ നമ്മൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ശരിക്കും ഇതിൽ ശാസ്ത്രീയമായി ഒരു അടിത്തറയുമില്ല. എല്ലാം തെറ്റിദ്ധാരണകളാണ് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ മൊബൈൽ ഫോണുകളിലേക്ക് സിഗ്നലുകൾ എത്തുന്നത് വൈദ്യുത കാന്തിക തരംഗങ്ങളിലൊന്നായ റേഡിയോ തരംഗങ്ങൾ വഴിയാണ്. ഇതിലൂടെ ഒരിക്കലും വൈദ്യുതി കടന്നു പോവുകയില്ല. അതായത് മിന്നൽ തരംഗങ്ങൾ ഒരിക്കലും നമ്മുടെ റേഡിയോ തരംഗങ്ങൾ വഴി നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് എത്തുകയില്ല. ചുരുക്കി പറഞ്ഞാൽ മൊബൈൽ ഫോൺ ഒരിക്കലും നമ്മളെ മിന്നലിനെ ആകർഷിക്കുകയില്ല. മിന്നലിൻ്റെ വഴി പോകും, റേഡിയോ തരംഗങ്ങൾ നമ്മുടെ മൊബൈലിലേക്കും വരും. ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇടിമിന്നലുള്ള സമയത്ത് നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും, മൊബൈൽ ഡാറ്റ ഉപയോഗിക്കാം, മൊബൈലുമായി ബന്ധപ്പെട്ട് യാതൊരു വിഷയവും നമുക്ക് വരില്ല. എന്നാൽ ടെലിഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ടെലിഫോൺ വയറുമായി കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിലൂടെ നമുക്ക് ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്തോ ഒരുപാട് പേർക്ക് ഇടിമിന്നൽ ഏറ്റിട്ടുണ്ട്. എന്നാൽ ഈ ഒരു അപകടം ഉണ്ടായത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് കൊണ്ടാണെന്ന് പറയാൻ കഴിയില്ല. ഇടിമിന്നലുള്ള സമയത്താണ് നമ്മൾ വീട്ടിന് പുറത്തിറങ്ങി കോൾ ചെയ്യുന്നത് എങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇടിമിന്നൽ ഏറ്റേക്കാം. എന്നാൽ ഈ ഒരു അപകടത്തെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് കൊണ്ടാണ് എന്ന് പറയാൻ കഴിയില്ല. മറിച്ച് നമ്മൾ ഇടിമിന്നലുള്ള സമയത്ത് നമ്മൾ പുറത്തിറങ്ങിയത് കൊണ്ടാണ് ആ ഒരു ഇടിമിന്നൽ നമുക്ക് ഏറ്റിട്ടുണ്ടായിരിക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മൊബൈൽ ചാർജ് ചെയ്യുന്നത്. ഇടിമിന്നലുള്ള സമയത്ത് മൊബൈൽ ചാർജ് ചെയ്യുന്നതും വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കണക്ഷനുകൾ ഒഴിവാക്കുന്നതും നല്ലതാണ്. അല്ലാത്ത പക്ഷം ഉയർന്ന വൈദ്യുതി പ്രവാഹങ്ങൾ വയറിലൂടെ പ്രവഹിക്കുകയും അപകടത്തിന് കാരണമാവുകയും ചെയ്യും. ഇടിമിന്നലുള്ള സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ധാരണ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.